ഹായ് വെൽക്കം ബാക്ക് ടു അസാസ്റ്റെക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ലാപ്ടോപ്പ് വാങ്ങിക്കണം എന്നെങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. ലൈക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ലാപ്ടോപ്പിനെ ഒരു 3 സെക്ഷനായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ജനറലി നമുക്ക് തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്പായി തിരിക്കാം. അതായത് പവർ കുറഞ്ഞ, സൈസ് കുറഞ്ഞ ലാപ്ടോപ്സ് നമ്മൾ ഓഫീസ് വർക്കിനൊക്കെ യൂസ് ചെയ്യാൻ അടിപൊളിയായിട്ടുണ്ടാവും എന്ന് നമുക്ക് ജനറലി അറിയുന്ന ടൈപ്പ് ഓഫ് ലാപ്ടോപ്സ്. അടുത്തതാണ് ക്രിയേറ്റർ ലാപ്ടോപ്സ്. ക്രിയേറ്റർ ലാപ്ടോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു തിൻ ലൈറ്റ് ലാപ്ടോപ്പിൻ്റെ ഏകദേശം സെയിം ബോഡി സൈസ് ആയിരിക്കും, പക്ഷേ അതിലൊരു ഗ്രാഫിക്സ് കാർഡും കൂടി വരുന്നുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ യൂഷ്വലി ഈ ഒരു ടൈപ്പ് ഓഫ് ലാപ്ടോപ്സിൽ നല്ല ഡിസ്പ്ലേയും വരുന്നുണ്ടാവും. കാരണം ഈ ഒരു സെഗ്മെൻറ്റ് ഓഫ് ലാപ്ടോപ്സ് ഇൻറ്റൻറ്റ് ചെയ്യുന്നത് കൂടുതലും ക്രിയേറ്റീവ് പ്രൊഫഷണൽസ്, ഇപ്പോൾ 3D റെൻഡറിങ്ങോ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിങ്ങോ ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ഡിസ്പ്ലേയും ഉണ്ടാവാറുണ്ട്. ഇനി അടുത്ത സെഗ്മെൻറ്റ് ഓഫ് ലാപ്ടോപ്സ് ആണ് ഗെയിമിംഗ് ലാപ്ടോപ്സ്. ഗെയിമിംഗ് ലാപ്ടോപ്സ് നമുക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാം, നല്ല കട്ടി കൂടിയ ഫുൾ പെർഫോമൻസ് ഓറിയൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ലാപ്ടോപ്സ് ആണ്. അപ്പോൾ ലൈക്ക് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ലാപ്ടോപ്പ് ആദ്യം ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കണം. ഇതിന് ഞാൻ ഒരു എക്സാമ്പിളായി പറയുകയാണെങ്കിൽ നമുക്ക് തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്പിന് ഒരു കാറായിട്ട് എടുക്കാം. അതേപോലെ തന്നെ ക്രിയേറ്റർ ലാപ്ടോപ്പിന് ഒരു പിക്കപ്പായി എടുക്കാം, ബൊലേറോ ഒക്കെ പോലത്തെ പിക്കപ്പ് ട്രക്കായിട്ട് എടുക്കാം. അതേപോലെ തന്നെ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിന് നമുക്ക് ട്രക്കായിട്ട് എടുക്കാം. ഇതിന് മൂന്നിനും അതിൻ്റേതായ യൂസ് ഉണ്ട്. ഇപ്പോൾ ലൈക്ക് നിങ്ങളൊരു കാറ് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അത് ചെറുതായിരിക്കും, കുറേ കൂടിയും ഫ്യൂൽ എഫിഷ്യൻ ആവും. ഇപ്പോൾ 18-20 കിലോമീറ്റർ മൈലേജ് ഒക്കെ കിട്ടും. അതേപോലെ തന്നെ ഓടിക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ലൈക്ക് നമുക്ക് കുറേ പേരൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും. ഇനി നേരെ മറിച്ച് നമ്മൾ ക്രിയേറ്റർ ലാപ്ടോപ്പ്, അതായത് പിക്കപ്പ് ട്രക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള എഞ്ചിൻ ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു കാറിൽ നമുക്ക് ഒരിക്കലും ഒരു ടൺ എടുത്ത് തൂക്കി കൊണ്ടുപോകാൻ പറ്റില്ല, ഈ പിക്കപ്പ് ട്രക്കിന് മിക്കവാറും പറ്റും. അതേപോലെ തന്നെ ലൈക്ക് നമുക്ക് ട്രാവൽ ചെയ്യാം, കാറിന് അത്ര കംഫർട്ടബിൾ അല്ലെങ്കിൽ അത്യാവശ്യം കംഫർട്ടബിൾ ആണ്, എന്നാൽ ഈ പറഞ്ഞ കുറേ വെയിറ്റ് താങ്ങൽ അങ്ങനത്തെ പരിപാടിയൊക്കെ പറ്റുകയും ചെയ്യും. ഇനി അടുത്തതാണ് ഗെയിമിംഗ് ലാപ്ടോപ്പ്. ഗെയിമിംഗ് ലാപ്ടോപ്പ് പറയുന്നത് നമ്മളൊരു ഫുൾ ട്രക്ക് പോലെയാണ്. അപ്പോൾ ലൈക്ക് നമുക്ക് കുറേ ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി ഉണ്ടാവും. നമുക്ക് 8 ടണ്ണോ 10 ടണ്ണോ ഒക്കെ എടുത്തിട്ട് വലിച്ചുകൊണ്ട് പോവാം. ലൈക്ക് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനായിരിക്കും, ഭയങ്കര ടോർക്ക് എഞ്ചിനായിരിക്കും. അപ്പോൾ ലൈക്ക് കുറേ പവർ വലിക്കും, ചിലവർക്ക് അതാവും യൂസ്. ഇനി ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് സപ്പോസ് ഒരു ഫാമിലി കാറാണ് ആവശ്യം, നിങ്ങൾക്ക് കുറേ സ്ഥലത്തേക്ക് ടൂറൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള കാറാണ് ആവശ്യം. അപ്പം നിങ്ങൾ ഈ പവർ കൂടുതലുള്ള എഞ്ചിൻ ഉണ്ട് അല്ലെങ്കിൽ സൈസ് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു ട്രക്ക് എടുക്കുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും കുറച്ച് ലോഡ് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ട്രക്ക് വാങ്ങിക്കുമോ? അതുപോലെയാണ് നിങ്ങൾ ലൈക്ക് എന്തെങ്കിലും യൂസ് വരും എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ ഉണ്ട് പറഞ്ഞിട്ടോ നിങ്ങൾ എന്ത് ചെയ്യല്ലേ, അല്ലെങ്കിൽ ഗെയിമിംഗ് ലാപ്ടോപ്പ് വാങ്ങിക്കാല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു 100 കിലോമീറ്റർ പോകുന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരു കാറോ ഒരു ട്രക്കോ നിങ്ങൾ ഏകദേശം ഒരേ സ്പീഡിൽ ഓടിച്ച് ഒരേ സ്പീഡിലെത്തും. അതേപോലെയാണ് ഒരുവിധമുള്ള എല്ലാ വർക്ക് ലോഡും. ഇപ്പോൾ നിങ്ങളൊരു ബ്രൗസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഗെയിമിംഗ് ലാപ്ടോപ്പ് വാങ്ങിച്ച കാരണം 3 സ്പീഡിൽ ബ്രൗസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ എഡിറ്റിംഗ്, ഈവൻ ഫോട്ടോ എഡിറ്റിംഗ് ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അത്ര വലിയ ഡിഫറൻസ് വരാൻ പോകുന്നില്ല. സോ നിങ്ങൾ ലൈക്ക് ഒരു തിൻ ആൻഡ് ലൈറ്റിൻ്റെ യൂസ് ഉള്ളൂ വെച്ചാൽ തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്പാണ് വാങ്ങിക്കേണ്ടത്. നേരെ മറിച്ച് ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് വാങ്ങിച്ചാൽ എന്ത് പറ്റും, നിങ്ങൾക്ക് ഈ പറഞ്ഞ എഫിഷ്യൻസി ഒട്ടും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഒരു 2-3 മണിക്കൂറൊക്കെ മാക്സിമം ബാറ്ററി ബാക്ക് കിട്ടുക. അതേപോലെ തന്നെ ഭയങ്കര സൈസ് ആയിരിക്കും, ക്യാരി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഹീറ്റ് ഭയങ്കരമായിട്ട് ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ലാപ്ടോപ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് അതിൻ്റെ യൂസ് ഉണ്ടെങ്കിൽ ഓക്കെ. ഇപ്പോൾ നിങ്ങൾ ഒരു ഗെയിമറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതൊക്കെ ഒരു കുഴപ്പമില്ലാത്ത സെറ്റപ്പാണ്. കാരണം നിങ്ങൾക്ക് ഗെയിം വേണം, FPS വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഗ്രാഫിക്സ് കാർഡിൽ നല്ലതാണ്, H series പ്രൊസസ്സർ ഉള്ളത് നല്ലതാണ്. ഇനി ലൈക്ക് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയാം, ലൈക്ക് കറക്റ്റായിട്ട് എക്സാമ്പിളിലേക്ക് പെടില്ല, എന്നാലും നമുക്ക് കുറേ ഇപ്പോൾ ഈ തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്സിൽ H series പ്രൊസസ്സർ വെച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതേ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ട്രക്കിൻ്റെ എഞ്ചിൻ വെച്ച് വരുന്ന കാർ പോലെയാണ്. അതിന് ഈ ഫ്യൂൽ മൈലേജ് കിട്ടുമോ? ഇല്ല. ഭയങ്കര ഹീറ്റ് ആവും എഞ്ചിൻ? ആവും. അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്പീഡ് പോകാൻ പറ്റുമോ? ഇല്ല. സ്പീഡ് പോകാൻ പറ്റും, നിങ്ങളൊരു 5 ടണ്ണ് ബാക്കിൽ വെച്ച് വലിക്കുകയാണെങ്കിൽ മേ ബി സ്പീഡ് പോവും. പക്ഷേ നിങ്ങൾ ആ കാർ വെച്ച് 5 ടൺ വലിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല. അപ്പം നിങ്ങൾക്ക് സ്പീഡ് കൂടുമോ? ഇല്ല. ബാക്കി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഈ H series പ്രൊസസ്സർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോൾ കാർ വരുമ്പോൾ. ഇനി അതിൽ വേറെ ഇതും കൂടെ ഉള്ളത്, ഇതിന് 5 കിലോമീറ്റർ ആണല്ലോ മൈലേജ് കിട്ടുക. അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ 1000 കിലോമീറ്റർ പോകാൻ പറ്റില്ല, 100 കിലോമീറ്റർ കഷ്ടിച്ച് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഇഷ്യൂ ഉണ്ടാവും. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സെയിം തന്നെയാണ്, നിങ്ങൾക്കൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണ് വേണ്ടത്, നിങ്ങൾ ബഡ്ജറ്റ് ഇല്ല എന്ന് പറഞ്ഞ് തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്പ് എടുത്താലും നിങ്ങൾക്ക് ലൈക്ക് ഗെയിം കളിക്കുമ്പോൾ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കുറേ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ കുറേ ഹെവി ആയിട്ടുള്ള 3D മോഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫ്രെയിം ഡ്രോപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് പോവുകയാണ്. അതായത് ഇപ്പോൾ എപ്പോഴെങ്കിലും ഫ്രെയിം ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട് പോലും കാര്യമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ വാലറന്റ് കളിക്കണമെങ്കിൽ അറിയാം, നിങ്ങൾക്ക് 2 FPS പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സമയത്താണ് നിങ്ങൾ ആരെങ്കിലും വന്ന് കൊല്ലണത്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ അടുത്തത് നോക്കേണ്ടത് ഇതിൻ്റെ സ്പെക്സ് ആണ്. ഇപ്പോൾ പ്രൊസസ്സർ നോക്കണം, ഗ്രാഫിക്സ് കാർഡ് നോക്കണം. ഇത് രണ്ടും എങ്ങനെയാണ് നോക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരിക്കലും ചോദിക്കാൻ മറക്കരുത്. നമ്മൾ കമൻസിലായാലും അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ എന്നോട് പ്രൈവറ്റായി മെസ്സേജ് ചെയ്താലോ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.